ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. അതിലെ മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഡിസ്കസ് ചെയ്തു. ദെൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആൻഡ് പ്രോഗ്രാമിംഗ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. Okay, first one, statistical quantitative techniques. Statistical quantitative techniques is a technique used to conducting the statistical enquiry concerning to certain organization or certain phenomenon. നമ്മൾ എന്ത് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി കണ്ടക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഇത് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി, അതായത് ഡാറ്റ കളക്ഷനും ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് അല്ലേ. നമുക്കറിയാം ഡാറ്റ കളക്ട് ചെയ്യുന്നത് മുതൽ ഡാറ്റ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് വരെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. ആ ടൈപ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ ഫസ്റ്റ് വൺ കളക്ഷൻ ഓഫ് ഡാറ്റ കളക്ട് ചെയ്യാനാണ് ഇമ്പോർട്ടൻ്റ് മെത്തേഡ്. ആ ഡാറ്റ കളക്ട് ചെയ്യുന്നത് ഏത് രീതിയിൽ ടു ടൈപ്സിൽ നമുക്ക് കളക്ട് ചെയ്യാം, പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, ഡിസ്പേർഷൻ, സ്ക്യൂനെസ് ആൻഡ് കർട്ടോസിസ് അല്ലേ. ഇതൊന്നും ഡിസ്കസ് ചെയ്യണമെന്നില്ല, നിങ്ങൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചതാണ്, എന്നാലും ഒന്നും കൂടെ പറയാം. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത് എന്താ, ഒരു സീരീസിൻ്റെ ആവറേജ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നു. ഡിസ്പേർഷൻ, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ഒരു സീരീസിൻ്റെ വേരിയബിലിറ്റി ഫൗണ്ട് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നു. ആൻഡ് സ്ക്യൂനെസ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ സിമ്മെട്രി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. ആ സിമ്മെട്രി മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്ക്യൂനെസ്. ആൻഡ് കർട്ടോസിസ് എന്ന് പറയുന്ന ആ ഡിസ്ട്രിബ്യൂഷൻ്റെ പീക്കഡ്നെസ്, അതായത് പ്ലാറ്റോക്കെട്ട് ക്ലെപ്റ്റിക്കലിൻ്റെ ഫ്ലാറ്റ്നെസ് ഓഫ് പീക്കഡ്നെസ് നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ആൻഡ് ദെൻ നെക്സ്റ്റ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആണ് കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ അനാലിസിസ് അല്ലേ. അത് നമുക്ക് ഇവിടെ സെക്കൻഡ് മൊഡ്യൂൾ ആൻഡ് തേർഡ് മൊഡ്യൂളായിട്ട് ഡിസ്കസ് ചെയ്യാൻ കേട്ടോ. കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ അനാലിസിസ്. കോറിലേഷൻ എന്ന് പറഞ്ഞാൽ കോറിലേഷൻ ഈസ് യൂസ്ഡ് ടു സ്റ്റഡി ദി ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് എമംഗ് ടു ഓർ മോർ വേരിയബിൾസ്. അതിലധികമോ വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പ് മെഷർ ചെയ്യുന്നതാണ് എന്ത്, കോറിലേഷൻ. ആൻഡ് റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, യൂസ്ഡ് ടു എസ്റ്റിമേറ്റ് ദി വാല്യൂ ഓഫ് വൺ വേരിയബിൾ ഫോർ ഗിവൺ ടു അനദർ അല്ലേ. നമ്മൾ എന്ത് ചെയ്യും, ഒരു വേരിയബിളിൻ്റെ വാല്യൂ മറ്റൊരു വാല്യൂ ഓഫ് വേരിയബിൾ യൂസ് ചെയ്തുകൊണ്ട് കണ്ടത്, അതായത് ഡിപ്പെൻഡൻ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ വാല്യൂ കണ്ടെത്തുന്നതാണ് എന്ത്, റിഗ്രഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആണ് ഇൻഡെക്സ് നമ്പർ. ഇൻഡെക്സ് നമ്പർ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് പ്രൈസ്, പ്രൊഡക്ഷൻ, ഒരു പീരിയഡ് ഓഫ് ടൈമിൽ പ്രൈസിൽ പ്രൊഡക്ഷനിലൊക്കെ ഉണ്ടാകുന്ന ചേഞ്ചസ്, ദാറ്റ് ഈസ് ഫ്ലക്ച്വേഷൻസ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇൻഡെക്സ് നമ്പർ. നെക്സ്റ്റ് ടൈം സീരീസ് അനാലിസിസ് ഓഫ് സീരീസ് ഹെൽപ്പ് us ടു നോ ദ എഫക്റ്റ് ഓഫ് ഫാക്ടർ അല്ലേ. നമ്മുടെ ചേഞ്ചസിന് വേണ്ടിയിട്ട് റെസ്പോൺസിബിൾ ആവുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ടൈം സീരീസ് അനാലിസിസ്. നെക്സ്റ്റ് ഇൻ്റർപോളേഷൻ ആൻഡ് എക്സ്ട്രാപോളേഷൻ. ഇൻ്റർപോളേഷൻ ഈസ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക്. നമ്മുടെ ഒരു സീരീസ് ഉണ്ടാവും, നമുക്കൊരു റേഞ്ച് ഓഫ് ഫിഗേഴ്സ് തന്നാൽ ആ റേഞ്ച് ഓഫ് ഫിഗേഴ്സിന് ഉള്ളിലുള്ള മിസ്സിംഗ് ഫിഗേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന രീതിയാണ് ഇൻ്റർപോളേഷൻ. ഒരു റേഞ്ച് ഓഫ് സീരീസ് തന്നിട്ടുണ്ടാവും, ആ റേഞ്ച് ഓഫ് നമുക്കറിയാം 1 to 220 നമ്മളിങ്ങനെ പ്രോഗ്രഷൻസ് ഒക്കെ പഠിച്ചിട്ടില്ല. അതുപോലെ ഒരു റേഞ്ച് ഓഫ് സീരീസിൽ അതിനകത്തുള്ള മിസ്സിംഗ് നമ്പേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ്റർപോളേഷനും. ആൻഡ് ദെൻ എക്സ്ട്രാപോളേഷൻ എന്ന് പറഞ്ഞാൽ ആ റേഞ്ച് ഓഫ് സീരീസിൻ്റെ ഔട്ട്സൈഡ് ഫിഗേഴ്സ് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എക്സ്ട്രാപോളേഷൻ. ഓക്കെ, വിത്തിൻ ദി റേഞ്ച് ആൻഡ് എക്സ്ട്രാ വിത്തൗട്ട് ദി റേഞ്ച്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ. സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രൊഡക്റ്റ്, ഒരു മാനുഫാക്ചറിങ് ഫേം ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി എത്രയായിരിക്കണം, എങ്ങനെ നമ്മളത് ക്വാളിറ്റി കൺട്രോൾ ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ. ഓക്കെ, അത് ഒരു മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ കൺട്രോൾ ചാർട്ട്. നമ്മൾ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഡിഫറൻഷ്യൽ കൺട്രോൾ ചാർട്ട്. അപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മാനുഫാക്ചറിങ് ടെക്നിക്കാണ് ഇത് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ. നെക്സ്റ്റ് റേഷ്യോ അനാലിസിസ്. റേഷ്യോ അനാലിസിസ് ഈസ് യൂസ്ഡ് ഫോർ അനലൈസിങ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എനി ബിസിനസ് ഓർ ഇൻഡസ്ട്രിയൽ കൺസേൺസ് വിച്ച് ഹെൽപ്പ് ടു ടേക്ക് അപ്രോപ്രിയേറ്റ് ഡിസിഷൻസ്. അല്ലെ, നമുക്ക് എന്ത് ചെയ്യാം, അപ്രോപ്രിയേറ്റ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ തയ്യാറാക്കുന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ് എന്ത്, റേഷ്യോ അനാലിസിസ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യുന്നൊരു ടെക്നിക്കാണ് റേഷ്യോ അനാലിസിസ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ.
അടുത്ത സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആണ് എന്ത്? പ്രോബബിലിറ്റി തിയറി. തിയറി ഓഫ് പ്രോബബിലിറ്റി പ്രൊവൈഡ് ന്യൂമറിക്കൽ വാല്യൂസ് ഓഫ് ദ ലൈക്ലിഹുഡ് ഓഫ് ദ ഒക്കുറൻസ് ഓഫ് ഇവൻറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം? സംഭവിക്കാം അല്ലെങ്കിൽ സംഭവിക്കാതിരിക്കൽ. ആ ഇവൻ്റ് എന്ത് ചെയ്യാം? സംഭവിക്കാം അല്ലെങ്കിൽ സംഭവിക്കാതിരിക്കാൻ ഒരു ചാൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് എന്ത്? തിയറി ഓഫ് പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? സാധ്യത അല്ലേ? ആ ഇവൻറ്റ് വേണമെങ്കിൽ സംഭവിക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം? സംഭവിക്കാതിരിക്കാം. ഇത് നമുക്ക് ഇവിടെ ഒരു മൊഡ്യൂൾ ഡിസ്കസ് ചെയ്യാണ്ട് പ്രോബബിലിറ്റി. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആണ് എന്ത്? ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്. അല്ലെ, നമുക്കൊരു ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യാം. നമ്മൾ ഏതൊരു പ്രൊജക്റ്റ് ആവട്ടെ റിസർച്ച് ആയിട്ട് കണ്ടക്ട് ചെയ്യുമ്പോൾ ഉള്ളൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളാണ് എന്ത്? ഹൈപ്പോത്തസിസ്. അല്ലെ, രണ്ട് സാമ്പിൾസ് തമ്മിൽ റിലേഷൻ ഉണ്ടോ റിലേഷൻ ഇല്ലേ എന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് എന്ത്? യൂസ് ചെയ്യുന്നതാണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. അതിൽ ഫസ്റ്റ് വൺ ആണ് കളക്ഷൻ ഓഫ് ഡാറ്റ, സെക്കൻഡ് വൺ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, ഡിസ്പേർഷൻ, സ്ക്യൂനെസ്, കർട്ടോസിസ്, ആൻഡ് ദെൻ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ അനാലിസിസ്, ദെൻ ഇൻഡെക്സ് നമ്പർ, ടൈം സീരീസ്, ഇൻ്റർപോളേഷൻ ആൻഡ് എക്സ്ട്രാപോളേഷൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ, റേഷ്യോ അനാലിസിസ്, പ്രോബബിലിറ്റി തിയറി ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്. നെക്സ്റ്റ് ടെക്നിക്കാണ് പ്രോഗ്രാമിംഗ് ടെക്നിക്. പ്രോഗ്രാമിംഗ് ടെക്നിക്സ് ആർ ആൾസോ കോൾഡ് ഓപ്പറേഷൻ റിസർച്ച് ടെക്നിക്കും കൂടെ നമ്മൾ ഇതിനെ വിളിക്കും പ്രോഗ്രാമിംഗ് ടെക്നിക്കിന് കേട്ടോ. പ്രോഗ്രാമിംഗ് ടെക്നിക്സ് ആർ മോഡൽ ബിൽഡിംഗ് ടെക്നിക്സ് യൂസ്ഡ് ബൈ ഡിസിഷൻ മേക്കേഴ്സ്. അല്ലെങ്കിൽ ഡിസിഷൻ മേക്കേഴ്സിന് ഒരു മോഡൽ ബിൽഡ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മളൊരു പ്രൊജക്റ്റ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ആ പ്രൊജക്റ്റിൻ്റെ ഒരു മോഡൽ ബിൽഡ് ചെയ്യുന്ന ഒരു ടെക്നിക്സ് ആണ് എന്ത്? പ്രോഗ്രാമിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതാണോ ഡിസിഷൻ മേക്കേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു മോഡൽ ബിൽഡിംഗ് ടെക്നിക്സ് ആണ് എന്ത്? പ്രോഗ്രാമിംഗ് ടെക്നിക്സ് ഓർ ഓപ്പറേഷൻ റിസർച്ച് ടെക്നിക്സ്. അതിൽ ഫസ്റ്റ് വൺ ആണ് ലീനിയർ പ്രോഗ്രാമിംഗ്. ലീനിയർ പ്രോഗ്രാമിംഗ് ടെക്നിക്സ് ഈസ് യൂസ്ഡ് ഇൻ ഫൈൻഡിങ് എ സൊല്യൂഷൻ ഫോർ ഒപ്റ്റിമൈസിങ് എ ഗിവൺ ഒബ്ജക്റ്റീവ്സ് അണ്ടർ സർട്ടൈൻ കൺസ്ട്രെയിൻസ്. അല്ലേ, നമുക്ക് സർട്ടൈൻ കൺസ്ട്രെയിൻസ് തന്നിട്ടുണ്ടാവും. അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റ് ഒപ്റ്റിമൈസ് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലീനിയർ പ്രോഗ്രാമിംഗ്. നമുക്ക് തന്നിട്ടുള്ള കൺസ്ട്രെയിൻസിൽ നിന്ന് അതിൻ്റെ ഒപ്റ്റിമം സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ലീനിയർ പ്രോഗ്രാമിംഗ്. ആൻഡ് ദെൻ ക്യൂവിങ് തിയറി. ക്യൂവിങ് തിയറിയും യൂസ് ചെയ്യുന്ന നമ്മൾ കോസ്റ്റ് മിനിമൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു മാത്തമാറ്റിക്കൽ ടെക്നിക്കും കൂടെയാണ് എന്ത്? ക്യൂവിങ് തിയറി. നെക്സ്റ്റ് പ്രോഗ്രാമിംഗ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആണ് ഗെയിം തിയറി. ഗെയിം തിയറി ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദി ഒപ്റ്റിമം സ്ട്രാറ്റജി ഇൻ എ കോമ്പറ്റേറ്റീവ് സിറ്റുവേഷൻ. അല്ലെ, നമ്മളൊരു കോമ്പറ്റേറ്റീവ് സിറ്റുവേഷൻ ഫേസ് ചെയ്യുമ്പോൾ അതിന് യൂസ് ചെയ്യുന്ന ഒപ്റ്റിമം സ്ട്രാറ്റജി ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന തിയറിയാണ് ഗെയിം തിയറി. നെക്സ്റ്റ് ഡിസിഷൻ തിയറി. ഡിസിഷൻ തിയറി മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് റിസ്ക്കും അൺസർട്ടനിറ്റി കണ്ടീഷനിൽ നമ്മുടെ ബിസിനസ് ഫേമിൻ്റെ സൗണ്ട് ഡിസിഷൻസ് എങ്ങനെ മേക്ക് ചെയ്യണം. അല്ലേ, ആ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന തിയറിയാണ് ഡിസിഷൻ തിയറി. ഏതൊക്കെ കണ്ടീഷൻസ് നമ്മളവിടെ കൺസിഡർ? റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി, സർട്ടനിറ്റി, റിസ്ക്, അൺസർട്ടനിറ്റി കണ്ടീഷൻസ് ബേസ് ചെയ്തും കൊണ്ട് ഒരു ഡിസിഷൻസ് എടുക്കുക. ആൻഡ് ദെൻ ഇൻവെൻ്ററി തിയറി. ഇൻവെൻ്ററി തിയറി ഹെൽപ്സ് ടു ഒപ്റ്റിമൈസിങ് ദി ഇൻവെൻ്ററി ലെവൽ. ഇൻവെൻ്ററി ലെവൽ ഓർ സ്റ്റോക്ക് ലെവൽ. അല്ലേ, നമ്മുടെ ഒരു ഫേമിൽ ഇത്ര സ്റ്റോക്ക് അല്ലേ, അതെന്താവാൻ പാടില്ല? കൂടാനും പാടില്ല, മാക്സിമം ആവാനും പാടില്ല, എന്നാൽ മിനിമം ആവാനും പാടില്ല. ഒരു മീഡിയം ഇൻവെൻ്ററി ലെവൽ, ഒപ്റ്റിമൈസിങ് ഇൻവെൻ്ററി ലെവൽ കീപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഇൻവെൻ്ററി തിയറി. ആൻഡ് ദെൻ നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗ്. നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കോംപ്ലക്സ് പ്രൊജക്റ്റുകൾ നമുക്ക് തന്നിട്ടുണ്ടാവും. ആ കോംപ്ലക്സ് പ്രൊജക്റ്റുകൾ പ്ലാൻ ചെയ്യാനും ഷെഡ്യൂൾ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും അത് കോർഡിനേറ്റ് ചെയ്യാനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരുപാട് കോംപ്ലക്സ് പ്രൊജക്റ്റുകൾ അതിൻ്റെ ആക്ടിവിറ്റീസൊക്കെ കംപ്രൈസ് ചെയ്തും കൊണ്ട് അതെങ്ങനെ പ്ലാൻ ചെയ്യണം, എങ്ങനെ കൺട്രോൾ ചെയ്യണം, എങ്ങനെ കോർഡിനേറ്റ് ചെയ്യണം എന്നൊക്കെ യൂസ് ചെയ്യുന്ന ടെക്നിക്സാണ് നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗ്. ആൻഡ് ദെൻ അതിന് എക്സാമ്പിൾസ് ആണ് എന്ത്? CPM, PERT ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്, പ്രൊജക്റ്റ് ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്കിലെ CPM, PERT ഒക്കെ നെറ്റ്വർക്ക് പ്രോഗ്രാമിങ്ങിൻ്റെ എക്സാമ്പിളാണ്. നെക്സ്റ്റ് സിമുലേഷൻ. Simulation is a technique of testing a model which resembles a real life situation. നമ്മുടെ റിയൽ ലൈഫ് സിറ്റുവേഷൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് എന്ത്? സിമുലേഷൻ. ആൻഡ് ദെൻ റീപ്ലേസ്മെൻറ്റ് തിയറി. റീപ്ലേസ്മെൻറ്റ് തിയറി എന്ന് പറഞ്ഞാൽ മെഷീൻസ് റീപ്ലേസ് ചെയ്യുമ്പോൾ എറേസ് ചെയ്യുന്ന പ്രോബ്ലംസ്. ഒരു മെഷീൻസ് എന്തായി ബ്രേക്ക് ഡൗൺ ആയി, അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് റീപ്ലേസ് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ റീപ്ലേസ് ചെയ്യുമ്പോൾ എറേസ് ചെയ്യുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്സാണ് റീപ്ലേസ്മെൻറ്റ് തിയറി. ആൻഡ് അതർ പ്രോഗ്രാമിംഗ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സാണ് നോൺ ലീനിയർ പ്രോഗ്രാമിംഗ്, ക്വാഡ്രാറ്റിക് പ്രോഗ്രാമിംഗ്, സീക്വൻസിങ്, ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് ടെക്നിക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിലെ മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആൻഡ്
പ്രോഗ്രാമിംഗ് ഓർ ഓപ്പറേഷൻ റിസർച്ച് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്ക് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. മെയിനായിട്ട് ഇതിൻ്റെ പോയിൻറ്റ്സ് പഠിക്കുക, അത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.